രസമുണ്ട്. പുള്ളിക്കാരനും അതുപോലെ കുറെ കാലം കൂടിയിട്ടുള്ള ഒരു ഡിഫറെന്റ് റോളായിരിക്കും. സയന്റിഫിക് ആയിട്ടുള്ള സിനിമയാണത്. സയൻസ് സംബന്ധമായിട്ടുള്ള സംഭവം. നല്ലൊരു മാറ്റർ. സൂപ്പറല്ല ഭാവന. നല്ല മൂവിയൊക്കെയാണ്. ഭാവനയും റഹ്മാൻ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്യൂർലി ഒരു സയന്റിഫിക് ഫിലിമാണ്. അതായത് നമ്മൾ മരിച്ചതിന് ശേഷവും കോൺഷ്യസ്നെസ് നിൽക്കും, ലൈഫ് ഓഫ് ദി ഡെത്ത് എന്ന് പറയും. അപ്പോൾ അത് ആ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത് സൈക്കാട്രിക് പേഷ്യൻസിലല്ല, സാധാരണ മരിക്കുന്ന ഉറപ്പായ കേസിലാണ്. അങ്ങനത്തെ ഒരു എത്തിക്കൽ പ്രോബ്ലം വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നല്ല ഫിലിമാണ്, പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ ഭാവന, സെക്കൻഡ് ഹാഫിൽ റഹ്മാൻ രണ്ട് നന്നായി ചെയ്തിട്ടുണ്ട്. ലാഗ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ പ്യൂർലി സയന്റിഫിക് ഫിലിമാണ്, എല്ലാവർക്കും മനസ്സിലാവണമില്ല. മെഡിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പക്കാ സയന്റിഫിക് ഫിലിമാണ്. നല്ല പടം. സൗണ്ട് പോയിരിക്കാം. അടിപൊളി പടമായിരുന്നു. എല്ലാവരും നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. റഹ്മാൻ സൂപ്പർ ആയിരുന്നു. ഫൈറ്റ് സീൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല മൂവി. നല്ലായിരുന്നു. സൂപ്പർ ക്ലൈമാക്സ് അടിപൊളി. That's amazing, wonderful. It's Rahman and Bhavana is super heroes. Yeah, total 100% success. Yeah, very good, nice. സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയൊന്നും. എൻ്റെ ജേണറി അല്ല, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവി ഞാൻ കാണുന്ന ഒരാളല്ല. പക്ഷെ ഇത് ഭയങ്കര ഒരു ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ ഓരോ മൊമെന്റ് കാണുമ്പോഴും ഇങ്ങനെയാണോ എന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കണ്ടോണ്ടിരുന്നത്. ഭയങ്കര സൂപ്പറായിരുന്നു. ഭാവന നല്ലായിരുന്നു. ഇത്രയും കാലം കാണാത്തൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഭാവനയുടെ ഒരു ഫേസാണ് കണ്ടത്. അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, നൈസായിരുന്നു. എനിക്ക് ഹർഷവർദ്ധന്റെ അത് ഓഫ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇതുവരെ ഞാൻ കാണാത്തൊരു ഭാവനനെ കണ്ടത്. നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നല്ലതാണ്, നല്ല എന്റർടൈനറാണ്. ഭാവന തന്നെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ റഹ്മാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഹൈ പ്രൊഫൈൽ പിക്ചറാണ്. സയന്റിഫിക് ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ഞാൻ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ മരിച്ച ശേഷവും കോൺഷ്യസ്നെസ് നിൽക്കും. അപ്പോൾ അത് റിസർച്ച് നടക്കണം. പക്ഷെ അത് എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത് സൈക്കാട്രിക് പേഷ്യൻസിലല്ല, മെഡിക്കൽ ഉറപ്പായ കേസാണ്. അങ്ങനത്തെ ഒരു എത്തിക്കൽ പോലെ സിനിമയിൽ വരുന്നുണ്ട്. ഇത് എല്ലാവർക്കും മനസ്സിലാവണമില്ല. ബോക്സ് ഓഫീസ് വീറ്റ് എനിക്ക് പറയാൻ പറ്റില്ല. പടം നല്ലതാണ്. ഭാവന നനച്ചിട്ടുണ്ട്, റഹ്മാൻ നനച്ചിട്ടുണ്ട്. നല്ല ഫിലിമാണ്. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവണമില്ല.